പിന്നെ വേറെ കാര്യം സിനിമയുടെ പേര് ആടെന്നാണെങ്കിൽ പോലും ഇപ്പൊ സെക്കൻഡിൽ ആടിനെ കാണിച്ചായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആട്ടിൻകൂട് മാത്രമാണ് സിനിമയിൽ അകപ്പാടെ കാണിച്ചിട്ടുള്ളൂ ആടിൻ്റെ ആയിട്ട്. ജയസൂര്യ ഷാജിബാപ്പനായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഫസ്റ്റ് സെക്കൻഡിൽ ഉണ്ടായിരുന്നൊരു ഇമ്പാക്റ്റ് എനിക്കിതിൽ തോന്നിയില്ല. ഒരു എനർജി കുറവുള്ള പോലെ എനിക്ക് തോന്നി. ഹലോ ഗൈസ്, ഇന്ന് വന്നിരിക്കുന്നത് ആട് 3യുടെ റിവ്യൂ ആയിട്ടാണ്. ആട് സീരീസിലെ ഫസ്റ്റ് സെക്കൻഡ് വെച്ച് നോക്കുമ്പോൾ മൂന്നാം ഭാഗം കുറച്ചുകൂടി എന്താ പറയുക, ഒരു വേറൊരു ടൈപ്പിലാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റിനും സെക്കൻഡിൽ വടംവലി കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു പരിപാടി ആയിരുന്നെങ്കിൽ പോലും ഇതിൽ പാസ്റ്റ് പ്രസൻറ്റ് പിന്നെ ടൈം ട്രാവലിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സിനിമയിലെ ക്യാമറ വർക്ക് കാര്യങ്ങളൊക്കെ കിടലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ബഡ്ജറ്റ് കൂടിയതിൻ്റെ ഗുണം അതിന് ടെക്നിക്കൽ വർക്കിൽ കുറേയൊക്കെ ഗുണമായിട്ടുണ്ട് സിനിമയിൽ. ഈ പടത്തിൽ പാസ്റ്റും പ്രസൻറ്റും കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരു പരിപാടിയാണ് സിനിമ മൊത്തത്തിലുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഷാജി പാപ്പനും ഗ്യാങ്ങും ആ ഒരു സംഭവം നമുക്ക് ഫസ്റ്റ് സെക്കൻഡിലൊക്കെ നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്ത കാര്യമാണ്. പക്ഷേ ഈ ഒരു പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഏരിയ അത്രയ്ക്ക് സ്ട്രോങ് അത്ര ആ ഒരു ബോണ്ടിങ് നമുക്ക് തോന്നിയില്ല. ആയിട്ടുള്ളൊരു ബോണ്ടിങ് നമുക്ക് കിട്ടുന്നില്ല. എന്താ പറയാൻ പാടില്ല, ആ ഒരു പരിപാടി എനിക്ക് അത്രയ്ക്ക് വർക്കായില്ല. ഹ്യൂമർക്ക് വർക്കൗട്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരു ഗ്രാഫ് താഴെ പോകുന്നൊരു ഫീൽ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ധർമ്മജൻ്റെ കേസ് പറയണം, ആദ്യമൊക്കെ പുള്ളിക്കാരൻ്റെ ഹ്യൂമർ കത്തിക്കറി വന്നായിരുന്നു. പക്ഷേ പിന്നീട് എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറയാൻ പാടില്ല, കുറച്ച് ലാഗ് വന്നു കുറച്ച് ഏരിയയിൽ. പിന്നെ ആ സിനിമ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്ന സിറ്റുവേഷനിലാണ് സെക്കൻഡ് ഹാഫ് എത്തി ഒരാളങ്ങ് വന്നു, ഡ്യൂഡ്. ഈ ഒരു അങ്ങയുടെ ഒരു വരവോടുകൂടി സിനിമ ചാർജ് ആവുകയാണ്. ഇന്നിപ്പോൾ ഇന്നാളായിരുന്നെങ്കിൽ അന്ന് ആരായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ സിനിമയിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അന്ന് ഈ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ലൈഫിൽ ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ അവരനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. ഹ്യൂമർ എലമെൻറ്റ്സ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഹാഫിലുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് സിനിമയിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. തിരക്കഥയായി നോക്കിയാലും സിനിമ അത്യാവശ്യം സ്ട്രോങ് ആണ്. തിരക്കഥയൊന്നും എന്താ പറയാൻ പറ്റുക, സിനിമയെ താഴത്തേക്ക് കൊണ്ടുപോകുന്നില്ല. പക്ഷേ പിന്നെ വേറെ കാര്യം, സിനിമയുടെ പേര് ആടെന്നാണെങ്കിൽ പോലും ഇപ്പോൾ സെക്കൻഡിൽ ആടിനെ കാണിച്ചായിരുന്നു. പക്ഷേ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആട്ടിൻകൂട് മാത്രമാണ് സിനിമയിൽ അകപ്പാടെ കാണിച്ചിട്ടുള്ളൂ ആടിൻ്റെ ആയിട്ട്. ഇപ്പോൾ ആട് 3യുടെ ക്ലൈമാക്സ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്ന ആകാംക്ഷ നമ്മളിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് അവസാനിപ്പിക്കുന്നത്. കാരണം ഒരു പീക്ക് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് സിനിമ. ആട് 4 വരുമ്പോൾ നമുക്കിതിൽ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആട് 4 പ്രതീക്ഷിക്കാം. ആട് ഫസ്റ്റും സെക്കൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സണ്ണിവൻ്റെ കഥാപാത്രമായിട്ടുള്ള സാത്താൻ സേവിയറിന് സ്ക്രീൻ സ്പേസ് കുറച്ച് കുറവായിരുന്നു. പക്ഷേ 3ലേക്ക് വരുമ്പോൾ കഥാപരമായിട്ടായാലും കുറേ കൂടി ഇമ്പോർട്ടൻസ് സണ്ണിവൻ്റെ കഥാപാത്രമായിട്ടുള്ള സാത്താൻ സേവിയറിന് കൊടുത്തിട്ടുണ്ട്. ജയസൂര്യ ഷാജിബാപ്പനായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഫസ്റ്റ് സെക്കൻഡിൽ ഉണ്ടായിരുന്നൊരു ഇമ്പാക്റ്റ് എനിക്കിതിൽ തോന്നിയില്ല. ഒരു എനർജി കുറവുള്ള പോലെ എനിക്ക് തോന്നി. എൻ്റെ റേറ്റിംഗ് ഈ സിനിമയ്ക്ക് 6 ഔട്ട് ഓഫ് 10 ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.